ലയണൽ മെസ്സി തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട സമയം 2016 കോപ്പ മുതൽ 2019 കോപ്പ വരെയാകും. എതിരാളിയായിരുന്ന റൊണാൾഡോ അർജന്റീനയുടെ അത്രയും ഫുട്ബോൾ പാരമ്പര്യം പറയാനില്ലാത്ത പോർച്ചുഗൽ എന്ന അയാളുടെ രാജ്യത്തിന് വേണ്ടി യൂറോ നേടിക്കൊടുത്തു. മറുഭാഗത്ത് തുടർച്ചയായി 3 തവണ റൈവൽ ക്ലബായ റയൽ മാഡ്രിഡ് റൊണാൾഡോയെ മുൻനിർത്തി UCL അടിക്കുന്നു. അങ്ങനെയെല്ലാം കൊണ്ടും ലയണൽ മെസ്സി തീർന്നു എന്ന് വിരോധികൾ അട്ടഹസിച്ചു നടന്ന ഒരു സമയമായിരുന്നു. അർജന്റീനയുടെ തെരുവുകളിൽ മെസ്സിയുടെ കോലം കത്തിച്ച് ജനങ്ങൾ പ്രതിഷേധിച്ച സമയം. അങ്ങനൊരു സമയത്താണ് 2018 വേൾഡ് കപ്പ് തോൽവിക്ക് ശേഷം സാമ്പോളിക്ക് വലിയ വില കൊടുത്ത് വമ്പന്മാരെയൊന്നും കൊണ്ടുവരാൻ പണമില്ലാത്ത അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ സാമ്പോളിയുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന ലയണൽ സ്കലോണിയെ താൽക്കാലിക കോച്ചായി നിയമിക്കുന്നത്. തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഗൗരവത്തോടെയാണ് സ്കലോണി ഏറ്റെടുത്തത്. അർജന്റീന ടീമിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് വേണമെന്നും തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടീമിനെ പൂർണ്ണമായി മാറ്റേണ്ടി വരുമെന്ന് സ്കലോണി പറഞ്ഞു. അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ അധികം അവസരമൊന്നും കിട്ടാതിരുന്ന ലയണൽ സ്കലോണിയുടെ രാജ്യത്തോടുള്ള സ്നേഹം മനസ്സിലായത് കൊണ്ടാവാം അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ അയാളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് ഹെഡ് കോച്ചായി അയാളെ നിയമിച്ചത്. പക്ഷേ പെപ്പ് മുതൽ ഡീഗോ സിമിയോണി വരെ വമ്പൻ പേരുകൾ പ്രതീക്ഷിച്ചിരുന്ന അർജന്റീന ആരാധകർക്ക് മുമ്പിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കളിമികവ് പോലും ഇല്ലാതിരുന്ന സ്കലോണി എന്ന പേര് മതിയാകുമായിരുന്നില്ല. ആരാധകർ ഒരവസരം പോലും കൊടുക്കാതെ അയാളെ തള്ളിക്കളഞ്ഞു. അർജന്റീന ഇതിഹാസം മറഡോണ വരെ പരസ്യമായി അയാളെ തള്ളിപ്പറഞ്ഞു. പക്ഷേ അവിടെയൊന്നും തളരാതെ സ്കലോണി അയാളുടെ പ്ലാനുമായി മുന്നോട്ടു പോയി. ആദ്യം നിലവിലെ ടീം മൊത്തമായി അയച്ചുപണിത് 49 കളിക്കാരെ മാറ്റി പരീക്ഷിച്ചു നോക്കി. അയാൾക്ക് വേണ്ടത്ര മാത്രം തിരഞ്ഞെടുത്ത് മെസ്സിക്ക് ചുറ്റും ഒരു യുവനിരയെ അയാൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. സ്കലോണിക്ക് മുമ്പിലെ ആദ്യ കടമ്പ 2019 കോപ്പ അമേരിക്കയായിരുന്നു. പക്ഷേ കോപ്പ അമേരിക്ക തുടങ്ങുന്നതിന് മുമ്പ് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് സ്കലോണി ആരാധകരോട് പറഞ്ഞു. അതുകൂടെയായപ്പോൾ ഫാൻസ് അയാളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. താരതമ്യേന കഠിനമില്ലാത്ത ഫസ്റ്റ് ഗ്രൂപ്പിൽ പോലും ഒരു ജയം മാത്രമാണ് അർജന്റീന ആ കോപ്പയിൽ നേടിയതെങ്കിലും ഒരു ടീമെന്ന നിലയിൽ അർജന്റീനയുടെ മാറ്റം പ്രകടമായിരുന്നു. അതുകൊണ്ടാവാം 2019 കോപ്പ അമേരിക്കയിൽ ബ്രസീലിനോട് തോറ്റ് പുറത്തായിട്ടും എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ച് അർജന്റീന ഹെഡ് കോച്ചായി സ്കലോണിയെ അർജന്റീന ഫെഡറേഷൻ മുന്നോട്ട് വിശ്വസിച്ചേൽപ്പിച്ചത്. 2019 കോപ്പയ്ക്ക് ശേഷവും തുടർച്ചയായ സൗഹൃദ മത്സരങ്ങൾ കളിച്ച് അർജന്റീന നിര മാറ്റി സ്കലോണി പരീക്ഷിച്ചു. എമിലിയാനോ മാർട്ടിനസിനെ ഗോൾ കീപ്പറായി കൊണ്ടുവന്നപ്പോൾ പോലും അർജന്റീന ആരാധകർക്ക് അമർഷമുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തളരാതെ സ്കലോണി തന്റെ പ്രോസസ് വിശ്വസിച്ച് മുന്നോട്ട് പോയി. എന്നാൽ 2019 കോപ്പ അമേരിക്കയ്ക്ക് ശേഷം 2021 കോപ്പ അമേരിക്ക ഉൾപ്പെടെ തുടർച്ചയായി 36 കളികൾ അർജന്റീന തോൽവിയറിയാതെ മുന്നോട്ട് പോയത് മാത്രം മതി അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ. 2021 കോപ്പ അമേരിക്ക കണ്ടത് തീർത്തും വ്യത്യസ്തമായ ഒരു അർജന്റീന നിരയാണ്. മെസ്സി ആരാധകരായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ മെസ്സിക്ക് ചുറ്റും നിർത്തി സ്കലോണി ഒരു ആർമി തന്നെ ഉണ്ടാക്കി. എന്നിട്ട് അവരെ ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തി മെസ്സിക്കൊപ്പം ബ്രസീലിലേക്ക് കൊണ്ടുപോയി. ഇത്രയും നാൾ പടയില്ലാതെ തന്നെ നീലക്കുപ്പായത്തിൽ ലോകത്തെ വിറപ്പിച്ചു കൊണ്ടുവന്നവന് തനിക്ക് വേണ്ടി ജീവൻ നൽകാൻ വരെ തയ്യാറാകുന്ന ഒരു പടയെ കൊടുത്താൽ എന്ത് സംഭവിക്കും? അതാണ് 2021 കോപ്പയിൽ സംഭവിച്ചത്. മുന്നിൽ നിന്ന് നയിച്ച ലയണൽ മെസ്സി അർജന്റീന പടയിലെ ഓരോ കളിക്കാരും തന്റെ രാജ്യത്തിനു വേണ്ടി കപ്പ് നേടാൻ ശ്രമിച്ചപ്പോൾ ചിരവൈരികളായ ബ്രസീൽ ഉൾപ്പെടെ മുന്നിൽ വന്നവർക്ക് ആർക്കും അവരുടെ കുതിപ്പിനെ തടയാൻ സാധിച്ചില്ലായിരുന്നു. 2021 ജൂലൈ 11 ഫുട്ബോൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് മെസ്സിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ അർജന്റീന ജേഴ്സിയിലെ ആ കിരീടമായിരുന്നു. ബ്രസീലിലെ മാറക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് ഹാഫ് ടൈമിൽ മെസ്സി പറഞ്ഞത് സത്യമാവാം. ആ കളി അർജന്റീനയിൽ നടക്കേണ്ടതായിരുന്നു. വിധി അതിനെ ബ്രസീലിലെത്തിച്ചു. അതൊരു നിയോഗമായിരുന്നു. മെസ്സി രാജ്യത്തിന് വേണ്ടി കിരീടം ചൂടേണ്ടത് ബ്രസീലിൽ വെച്ചാണ്. എന്നാലേ അതിനൊരു ഭംഗി കൂടുകയുള്ളൂ. തന്നിൽ വിശ്വാസം അർപ്പിച്ച് സ്കലോണി ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ പരിഹസിച്ച ആളുകളെയെല്ലാം മാർട്ടിനസ് നിശബ്ദമാക്കിയ ടൂർണമെന്റ് കൂടെയായിരുന്നു 2021 കോപ്പ അമേരിക്ക. അർജന്റീന ജേഴ്സി അണിഞ്ഞ് ആദ്യമായി കളിച്ച ടൂർണമെന്റ് തന്നെ കളിമികവ് കൊണ്ട് അയാൾ നേടിയെടുത്തു. ഏഞ്ചൽ ഡി മരിയ, ലയണൽ മെസ്സി എന്നീ പേരുകൾക്കൊപ്പം തന്നെ എമി മാർട്ടിനസ് എന്ന പേരും ആരാധകർ വിശ്വസിച്ചു തുടങ്ങി. എതിർ ടീമിനൊരു പെനാൽറ്റി കിട്ടിയാൽ പോലും ഡിബു സേവ് ചെയ്യും എന്ന വിശ്വാസവുമായി പിന്നീട് അത് മാറി. അപ്പോഴൊക്കെ സ്കലോണി ഉള്ളുകൊണ്ട് ചിരിക്കുകയായിരുന്നു. കാരണം തന്നെ ഇതുവരെ തള്ളിപ്പറ അർജന്റീന ജനങ്ങൾക്ക് മുമ്പിൽ അയാൾ ഇന്ന് ഒരു ദൈവദൂതനാണ്. 29 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അർജന്റീന മണ്ണിലേക്ക് കപ്പുയർത്തി പിടിച്ചു വന്നവൻ. പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് മെസ്സിയുടെ ദിനങ്ങളായിരുന്നു.
തൊട്ടതെല്ലാം പൊന്നാക്കിയ പോലെ അർജന്റീന ജേഴ്സിയുമിട്ട് തന്റെ പടയാളികളുമായി മെസ്സി മുന്നേറി. ബാലൻഡിയോർ, കോപ്പ ടോപ്പ് സ്കോറർ, കോപ്പ മാൻ ഓഫ് ദ മാച്ച് എന്നീ തുടങ്ങി മെസ്സിയുടെ പേഴ്സണൽ കളക്ഷനിലേക്ക് നേട്ടങ്ങൾ വീണ്ടും ഒഴുകി തുടങ്ങി. അപ്പോഴും വേദനയായി നിൽക്കുന്നത് വേൾഡ് കപ്പായിരുന്നു. പക്ഷേ ഇത്തവണ 2022 വേൾഡ് കപ്പ് ഖത്തറിൽ ആരംഭിക്കുമ്പോൾ മെസ്സിപ്പട വരുന്നത് വെറുതെയല്ല. കൊണ്ടും കൊടുത്തും 36 മാച്ചുകൾ തോൽവിയറിയാതെ മിന്നും ഫോമിലായിരുന്നു അവർ. ഒരു ടീമെന്ന നിലയിൽ വെറും 2 കൊല്ലം കൊണ്ട് മാത്രം അർജന്റീന ഒരുപാട് മാറി. മെസ്സിയെ മാത്രം പ്രതീക്ഷിച്ച് കളി കണ്ട ആരാധകർ ഇപ്പോൾ കളത്തിൽ 11 പേരെയും വിശ്വസിച്ച് കളി കാണുന്ന നിലയിലേക്കെത്തി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 2022 കോപ്പയും വന്നെത്തി. ഒരു വേൾഡ് കപ്പ് അർജന്റീനയ്ക്ക് തന്നെ എത്തുമെന്ന് ആരാധകർ വിശ്വസിച്ചു തുടങ്ങി. പക്ഷേ വിശ്വാസങ്ങൾക്ക് വിപരീതമായി കൂട്ടത്തിലെ ഏറ്റവും ദുർബലരായ ടീമായ സൗദി അറേബ്യയോട് ആദ്യ മത്സരത്തിൽ അർജന്റീന പരാജയപ്പെട്ടു. ഖത്തറിലെ സ്റ്റേഡിയത്തിന് മുന്നിൽ വേർ ഈസ് മെസ്സി എന്ന ചോദ്യത്തോട് സൗദി ആരാധകർ നൃത്തമാടി. 36 കളികൾ അൺബീറ്റനായി വന്നതിന്റെ പ്രതീക്ഷയിലിരുന്ന ഫാൻസിന് അതൊരു കനുത്ത അടിയായിരുന്നു. പക്ഷേ സൗദിയോട് തോറ്റ ശേഷം ലയണൽ മെസ്സി പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്നായിരുന്നു. അതിന് ശരിവെക്കുന്നതായിരുന്നു പിന്നീടുള്ള അർജന്റീനയുടെ പ്രകടനം. തങ്ങളുടെ ആരാധ പുരുഷന് വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ കച്ച കെട്ടിയിറങ്ങിയപ്പോൾ എതിരെ വന്ന പടകൾക്കൊന്നും കൊമ്പ് കോർക്കാനുള്ള വീര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തുടർച്ചയായി പിന്നീടുള്ള മത്സരങ്ങളെല്ലാം ജയിച്ചുകൊണ്ട് 2022 ഡിസംബർ 18 പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഉൾപ്പെടെ സ്വന്തമാക്കി ലയണൽ മെസ്സി ആ ലോക കിരീടം ചൂടി. ഒരു കളിക്കാരന് തന്റെ ജീവിതത്തിൽ നേടാൻ കഴിയുന്നതെല്ലാം നേടി തന്റെ കോലം കത്തിച്ച നാട്ടിലൂടെ ലയണൽ മെസ്സിയും സ്കലോണിയും ലോക കിരീടവുമായി നടന്നു. തുടർച്ചയായി 3 ഫൈനലുകളിലെ തോൽവി കാരണം വിരമിച്ചു പോയവയിൽ നിന്നും ഫുട്ബോൾ ലോകം കീഴടക്കിയ മിഷിഹയിലേക്ക് മെസ്സി നടന്നു കയറിയപ്പോൾ ഇത്തവണയും കൂടെ ചങ്കും പറിച്ചു നിന്നത് ഡി മരിയ, എമി മാർട്ടിനസ് എന്നിവരാണ്. മറ്റുള്ളവരെല്ലാം അവരുടെ മാക്സിമം ചെയ്തെങ്കിലും ഈ 2 പേരുകൾ അർജന്റീന ആരാധകരും മെസ്സി ആരാധകരും ഒരിക്കലും മറക്കില്ല. പിന്നീട് അങ്ങോട്ട് 2024 കോപ്പ അമേരിക്ക ഉൾപ്പെടെ അർജന്റീനയുടെ യാത്ര മുന്നേറുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 2 പേരുകളാണ്: ലയണൽ മെസ്സി, ലയണൽ സ്കലോണി. ഇന്നിതാ 2026 ലോകകപ്പിന്റെ ഫൈനലിൽ ഒരിക്കൽ കൂടി ലയണൽ മെസ്സിയും ലയണൽ സ്കലോണിയും എത്തിയിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിലും ഒരുപാട് വിമർശനങ്ങൾ എതിരാരാധകർ ഉന്നയിച്ചിരുന്നു. അതെല്ലാം മറികടന്ന് സ്പെയിനിനെതിരെ അർജന്റീന അവസാന പോരിന് ഇറങ്ങുകയാണ്. ബാക്കി എന്താകും ഞാൻ പറയുന്നില്ല.